ഇപ്പോൾ ഒരാൾ ആഗ്രഹിച്ച് വേറെ സ്വപ്നം കണ്ടൊരു വണ്ടി എടുത്തെന്ന് വിചാരിക്കുക. ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത എത്ര നമ്പർ അപ്പം ഇതാണല്ലേ കൂട്ടുമ്പോൾ കിട്ടുന്ന ഇരട്ടസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ കഷ്ടമാണ്. അയാൾ വളരെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയായിരിക്കുക. പിന്നെ അയാളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്പർ മാറിപ്പോയതുകൊണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കും അയാൾ പിന്നെ ആ വണ്ടിയും കൊണ്ട് ഇറങ്ങുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം എല്ലാവരും തന്നെ ചില സമയങ്ങളിൽ സംഖ്യാജ്യോതിഷികളായി മാറാറുണ്ട്. അല്ല, വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് വലിയൊരു തമാശ തന്നെയാണ്. കാരണം 9 എന്നുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ വണ്ടിയും മറിച്ച് വിൽക്കാൻ നേരത്ത് നല്ല വില കൂടുതൽ കിട്ടുമെന്നാണ് പറയുക. ഒരു 10,000 റുപ്യെങ്കിലും വില കൂടുതൽ കിട്ടും. കാരണം 9 ആണെങ്കിലും നല്ല സംഖ്യയാണ്. എന്നാൽ 2 അക്കമുള്ള നമ്പറുകളാണ് കൂട്ടി കഴിയുമ്പോൾ 2 അക്കം ആണെങ്കിൽ അത് വലിയ ദോഷമാണെന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ നേരത്ത് ഇതൊന്നും കിട്ടില്ല അത്രേ. 9 ആണെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ 8 ആണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു, എങ്ങനെ പറയാൻ കഴിയും? ഇതൊക്കെ ആരാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളുടെയൊക്കെ പുറകെ പോവാതെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് നമ്മൾ ജീവിക്കുക. കാരണം ഈ ഒരു നമ്പറൊന്നും അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ തന്നെ നിയന്ത്രിക്കുക.